പരീക്ഷയെക്കുറിച്ചുള്ള പേടി, സമ്മർദ്ദം എങ്ങനെ ഒഴിവാക്കാം? ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. വ്യക്തമായ ഒരു പഠന പദ്ധതി തയ്യാറാക്കുക. ചെറിയ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ഏർലി. എന്നും നേരത്തെ തന്നെ പഠിച്ചു തീർക്കുക. നേരത്തെ തന്നെ പരീക്ഷാ ഹാളിൽ എത്തിച്ചേരുക. അവസാന നിമിഷത്തെ ആ തിരക്കുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. കൺസിസ്റ്റൻസി ഇൻ സ്റ്റഡി. ഒരു സ്ഥിരമായൊരു പഠനം അത് പ്രാവർത്തികമാക്കുക. അത് നമ്മളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. ഓർക്കുക, സമ്മർദ്ദം പരീക്ഷയിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിലുണ്ടാകുന്ന പല വെല്ലുവിളികളും നമുക്ക് സമ്മർദ്ദവും ഭയവും ഉണ്ടാക്കുന്നുണ്ട്. യു ആർ നോട്ട് എലോൺ. ഈ ലോകത്തെ ഒരു വ്യക്തി നിങ്ങൾ മാത്രമല്ല, ഒരുപാട് പേരിൽ ഒരാൾ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ പരീക്ഷ ഭയം ഒഴിവാക്കാനുള്ള ഏതാനും ടിപ്പുകൾ ഇതാണ്. ഡീപ്പ് ബ്രീത്തിങ്, എക്സസൈസ് ചെയ്യുക, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, മസിൽ റിലാക്സേഷൻ എക്സസൈസ് ചെയ്യുക, ശരിയായ ഉറക്കം ലഭിക്കുക, ഈറ്റ് എ ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബ്രെയിൻ എന്നാണ് പറയുന്നത്. കുട്ടികളുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്നത് വളരെ അപകടകരമായ അവസ്ഥയാണ്. ഫ്യുവൽ ഫോർ ബ്രെയിൻ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എൻകറേജ് യുവർ സെൽഫ് വിത്ത് എ പോസിറ്റീവ് അഫർമേഷൻ. അത് നമ്മളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. മുൻകാല നല്ല വിജയങ്ങളും അനുഭവങ്ങളൊക്കെ ഓർക്കുക. അതൊരു വിഷയത്തിൽ നല്ല മാർക്ക് കിട്ടിയെങ്കിൽ മറ്റു പല വിഷയങ്ങളിലേക്ക് നല്ല മാർക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇനി നെഗറ്റീവ് ടോക്ക്, സംസാരം വന്നാൽ ചലഞ്ച് യുവർ സെൽഫ് വിത്ത് എ പോസിറ്റീവ്. 1 കിലോ നെഗറ്റീവ് വന്നാൽ 100 കിലോ പോസിറ്റീവ് കാര്യങ്ങൾ വിട്ട് നിറക്കുക. ഇനിയും നമുക്ക് സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്യാൻസൽ 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 എന്ന് 3 തവണ പറയുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായെങ്കിൽ സീക്ക് സപ്പോർട്ട്. മറ്റുള്ളവരുടെ സഹായം തേടുക. അതാരൊക്കെയാണ്? ടോക്ക് ടു യുവർ ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്. അധ്യാപകരോടും ഗുരുക്കന്മാരോടും വഴികാട്ടിയവരോടും നിങ്ങൾ സഹായം തേടുക. ടോക്ക് ടു യുവർ ട്രസ്റ്റഡ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള സുഹൃത്തുക്കളോട് നിങ്ങളുടെ സമ്മർദ്ദത്തെക്കുറിച്ച് തുറന്നു പറയാം. അതുമല്ലെങ്കിൽ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിശിഷ്ട ആൾക്കാരോട് നിങ്ങളുടെ സഹായം തേടാം. അങ്ങനെ ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്തുകൊണ്ട്, ശരിയായ രീതിയിൽ സമയത്തെ മാനേജ് ചെയ്തുകൊണ്ട്, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, ബി കൈൻഡ് ടു യുവർ സെൽഫ്, ബി കെയർ ടു യുവർ സെൽഫ്, നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നു. ഇനി പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ റീഡ് കെയർഫുള്ളി. വ്യക്തമായത് വായിക്കുക. ഓരോ ക്വസ്റ്റ്യൻസും. മാനേജ് ടൈം. സമയത്തെ നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകം കണ്ടെത്തുക. സ്റ്റേ കാം. ശാന്തമായി തന്നെ പരീക്ഷാ ഹാളിൽ ഇരിക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ടിപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയെ നമുക്ക് സന്തോഷത്തോടെ നേരിടാം. ഓർക്കുക, എക്സാം, നമ്മളുടെ പരീക്ഷ ജീവിതത്തിലെ വലിയൊരു കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ ഒന്ന് മാത്രമാണ്. നിങ്ങൾ അല്പം കൂടി ഹാപ്പിയാക്കിക്കൊണ്ട്, നിങ്ങളുടെ ഏറ്റവും നല്ല കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്ഡേറ്റ് യുവർ സെൽഫ്. ബെസ്റ്റ് വെർഷൻ ഓഫ് യുവർ സെൽഫ് ആകട്ടെ. താങ്ക് യു.